നിയമസഭയിൽ സംസാരിക്കുകയാണ് അതിലേക്ക്. സർ, കൃഷിനാശവും സ്വത്തുനാശവും 2019-20 5550 ഹെക്ടർ സ്ഥലമാണ് ഉണ്ടായിരുന്നത്, കേസാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ 6000-ആയി, 6500-ആയി, 6800-ആയി. 2023-24 അത് വലുതായി വർദ്ധിച്ചു. 8141 കേസായി, കൃഷിനാശത്തിന്റെ കേസ്. സാർ, നമ്മളത് എന്നിട്ട് ഗവർണറെ കൊണ്ട് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങ് ഇവിടെ സംസാരിച്ചത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഔദ്യോഗികമായ കണക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് ഗൗരവതരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 2016 മുതൽ നാളിതുവരെ 60,000 ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 60,000. ആലോചിച്ചോളാം നിങ്ങൾ. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളാണ്. അതിനു മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, വർദ്ധിച്ചു വരികയാണ്. മരിച്ചത് 1000 പേര്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് 1000-ലധികമായി. ഇപ്പോൾ 5000-ലധികം കന്നുകാലികളെ കൊന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി. സാർ, ഈ മലയോരത്തൊന്നും ഭൂമിക്കടിയിൽ ഒരു കൃഷിയും നടക്കില്ല. കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെയാണ് പാവപ്പെട്ട മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട കൃഷികൾ. മുഴുവൻ പന്നി നശിപ്പിക്കും. നാളികേരം കുരങ്ങനിട്ടുകൊണ്ട് പോകും. വാഴ ആന നശിപ്പിക്കും. പ്രതിപക്ഷ നേതാവാണ് ഈ വന്യജീവി ആക്രമണവുമായുള്ള ബന്ധപ്പെട്ട സംഭവത്തിൽ സഭയിൽ സംസാരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്.